രാജ്കുമാർ കൂടി നമ്മളോടൊപ്പം ചേരാൻ എത്തിയിട്ടുണ്ട്. രാജ്കുമാറിനെ സംബന്ധിച്ചിടത്തോളം രാജ്കുമാർ ഏതാണ്ട് ഒരു മാസത്തിലധികമായി രാവിലെ ഒരു 5 മണിക്ക് എണീറ്റ് രാത്രി 9 മണി, കാരണം എല്ലാ ദിവസവും ഈ ഒരു മാസമായിട്ടാണ് നമ്മളുടെ ഈ സമ്മേളനം എന്നിട്ട് പരിപാടികൾ ആരംഭിച്ചത്. സെമിനാറുകൾ, മറ്റ് ഇപ്പം ഈ കൊളുന്ത് തുള്ളാനൊക്കെ പോയിരുന്നു. ഒപ്പം ചകിരി ഇപ്പം എല്ലാം പഠിച്ചു. പരമ്പരാഗത തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട കയറുവിരി അടക്കമുള്ള എല്ലാ തൊഴിലും രാജ്കുമാർ പഠിച്ചു. രാജ്കുമാർ ഈ ഒരുപക്ഷെ പരമ്പരാഗത തൊഴിൽ മേഖലയുടെ ഒരു ഈറ്റില്ലമാണ് കൊല്ലം എന്ന് പറയുന്നത്. ഈ സാധാരണ ജനങ്ങളിലേക്ക്, അടിസ്ഥാന വർഗ്ഗങ്ങളിലേക്ക് എത്രമാത്രം ഈ സമ്മേളനത്തിന് എത്തപ്പെടാൻ കഴിഞ്ഞു? അതായത് 2 ലക്ഷത്തോളം വരുന്ന സ്ത്രീ തൊഴിലാളികളാണ് കശുവണ്ടി മേഖലയുടെ കരുത്ത്. അത് പരമ്പരാഗത മേഖലയാണ്. അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, കൈത്തറി തൊഴിലാളികൾ, അങ്ങനെ സമസ്ത മേഖല. അതായത് കൊല്ലം ജില്ല എന്ന് പറയുമ്പോൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഈ പറഞ്ഞൊരു ഈറ്റില്ലം എന്നുള്ളതിൽ ഉപരി അവരുടെ ഒരു സ്വത്വബോധം കൂടി ഉൾപ്പെട്ടതാണ് നമ്മുടെ പാർട്ടിക്ക് അവരില്ലാതെ ഒരു നിമിഷം പോലും ചിന്തിക്കാൻ കഴിയില്ല. തൊഴിലാളി വർഗം എന്ന് പറയുമ്പോൾ ഇതല്ലേ, ഈ പാവപ്പെട്ടവരും പട്ടിണിപ്പാവങ്ങളായ ആ മനുഷ്യരെയാണ് ഈ പാർട്ടി ഇത്രയും കാലം കരുതലോടുകൂടി നയിക്കുന്നതും. ഇപ്പോൾ അതിദരിദ്രരെ കണ്ടെത്തി അങ്ങനെ ആരെങ്കിലും പട്ടിണി നടക്കുന്നെങ്കിൽ അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതെല്ലാം ഇടതുപക്ഷ കാഴ്ചപ്പാട്. പ്രത്യേകിച്ച് ആ മാർക്സിയൻ കമ്മ്യൂണിസം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ കുറയ്ക്കും? ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ട് ചെന്നിട്ട് ആർക്കെങ്കിലും കുറച്ച് പണം ഒരു വട്ടം ഒരു പണം കൊടുത്തിട്ട് എല്ലാം തീരില്ലല്ലോ. അപ്പോൾ ആളോഹരി ഒരാളുടെ വരുമാനം കേരളത്തിൽ വർദ്ധിപ്പിച്ചെടുക്കുക, GDP നമ്മൾ പറയുന്ന പോലെ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന വളരെ കരുതലോടുകൂടി ആ ഇടതുപക്ഷ ബദൽ നടപ്പിലാക്കി തൊഴിലാളി വർഗത്തിന് ശക്തമായി. ഇപ്പോൾ ബംഗാളികളാണെങ്കിലും മറ്റുള്ളവർക്ക് അവരെ സംബന്ധിച്ച് കേരളം എന്ന് പറയുന്നത് ഈ പറയുന്ന പഴയ പേർഷ്യ പോലെയാണ്, അല്ലെങ്കിൽ ഗൾഫ് പോലെയാണ്. അവരിവിടെ വരുന്നു, നല്ലപോലെ പണമുണ്ടാക്കുന്നു, മടങ്ങിപ്പോകുന്നു. കേരളത്തിൽ അത്രമാത്രം അവരുടെ ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെയുണ്ട്, പ്രത്യേകിച്ച് ഇതര സംസ്ഥാനത്തുള്ള തൊഴിലാളികളുടെ. അത് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യക്കാരുടെ കാര്യം. അത്രത്തോളം വികസന പ്രവർത്തനങ്ങൾ ഓരോ നിമിഷവും നടക്കുകയാണ്. കോടാനുകോടിയുടെ വികസന പ്രവർത്തനങ്ങളും നിർമ്മാണമൊക്കെയാണ് ഇവിടെ പുരോഗമിക്കുന്നത്. രാജ്കുമാർ, അത് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഈ പല സ്വകാര്യ കശുവണ്ടി ഫാക്ടറികളും കൊല്ലം ജില്ലയിൽ അടഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പണിയെടുക്കുന്ന കാപെക്സിനും കാഷ്യൂ കോർപ്പറേഷനെ സംബന്ധിച്ച് അവർക്ക് ഒരു പരിധിയുണ്ട് ഈ തൊഴിൽ നൽകുന്നതിന്. കാപെക്സും കാഷ്യൂ കോർപ്പറേഷനും വളരെ ശക്തമായി തന്നെ പ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷേ ഈ അടഞ്ഞു കിടക്കുന്ന ഫാക്ടറികളുടെ കുറേയധികം തൊഴിലാളികളുണ്ട്. ആ മേഖലയ്ക്ക് ഏത് രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അതായത് ഈ ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ കാഷ്യൂ ഫാക്ടറി 1.5 വർഷമായി അടച്ചിട്ടു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന കാഷ്യൂ കോർപ്പറേഷനും കാപെക്സും അടച്ചിട്ടു. ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള കുടിശ്ശിക, പെൻഷൻ കുടിശ്ശിക, വിരമിച്ചവർക്കുള്ള യാതൊരു ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുക, അങ്ങനെ എല്ലാം കൈയൊഴിഞ്ഞു പോവുകയായിരുന്നു. ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇതൊന്നും നിർത്തുന്നതാണ് നല്ലതെന്നുള്ള നിലപാടെടുത്തുകൊണ്ട് വേറെ പണം ആ തൊഴിലാളികൾക്ക് ഒരു കരുതലും കൊടുക്കാതെ പറഞ്ഞു വിട്ടു. ഒടുവിൽ 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അടഞ്ഞു കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികൾ ഒന്നൊന്നായി ഈ കാഷ്യൂ കോർപ്പറേഷൻ്റെയും കാപെക്സിൻ്റെയും തുറന്നു. അവിടെയുള്ള തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി കുടിശ്ശികൾ മുഴുവനും കൊടുത്തു തീർത്തു. അവർക്ക് മെച്ചപ്പെട്ട ശമ്പളം അതെല്ലാം കൊണ്ടുവന്നു. അതിൻ്റെ കൂലി വർദ്ധിപ്പിച്ചു. ഒപ്പം തന്നെ ഈ ഓണത്തിനുള്ള ബോണസിൻ്റെ ഇത് ഓരോ പ്രാവശ്യമായി വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ പുറമെ സ്വകാര്യ മേഖലയിലുള്ള കശുവണ്ടി ഫാക്ടറികളാണ് പലതും അടച്ചുപൂട്ടലിലേക്ക് പോയത്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു സമരം കൊണ്ടോ ഒന്നും സംഭവിക്കുന്നതല്ല, ആഗോളതലത്തിൽ തന്നെ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. ഇപ്പോൾ ഇത് വരുന്ന നമ്മൾ ഗിനി ബസാവോ അല്ലെങ്കിൽ അങ്ങനെ വിവിധ സൗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ കശുവണ്ടി വരുന്നത്. അവിടുത്തെ രാജ്യങ്ങളിൽ ഇതിപ്പോൾ തുടങ്ങി. അവിടെയൊക്കെ ഇതിൻ്റെ സംസ്കരണം തുടങ്ങി, ഫാക്ടറികൾ പ്രവർത്തിക്കുന്നു. ഇവിടെ നമുക്ക് റോ മെറ്റീരിയൽ ഈ കശുവണ്ടി കിട്ടാൻ തന്നെ പാടാണ്. ആ പ്രതിസന്ധികളൊക്കെ നിൽക്കുമ്പോഴാണ് ആ ഫാക്ടറികളൊക്കെ അടയ്ക്കാൻ തുടങ്ങിയത്. ആ ഘട്ടത്തിലാണ് ഈ തൊഴിലാളികളാണ് ഇത് വിഷമിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഈ കഴിഞ്ഞ ഒരു ബജറ്റിൽ 30 കോടി രൂപ അനുവദിച്ചു. ആ 30 കോടി രൂപ KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ അത് അവതരിപ്പിച്ചു. ആ ബജറ്റിലെ പണം കൊണ്ട് കഴിഞ്ഞ ആഴ്ച കൊല്ലം ജയൻ മെമ്മോറിയൽ ഹാളിൽ, ജില്ലാ പഞ്ചായത്തിലെ ഹാളിൽ വെച്ച് വ്യവസായ മന്ത്രി P രാജീവും KN ബാലഗോപാലും ഉൾപ്പെടെയുള്ള മന്ത്രി ചിഞ്ചു റാണി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ട് ആ 30 കോടി രൂപ കശുവണ്ടി വ്യവസായികൾക്ക് കൊടുത്തു തുടങ്ങി. അവരുടെ അത് കൊടുത്ത തുക എന്ന് പറയുന്നത് കശുവണ്ടി തൊഴിലാളികളുടെ ESI ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അടച്ചുകൊണ്ടിരുന്നത് ഫാക്ടറികളാണ്. അപ്പോൾ അവർക്ക് വലിയ ബാധ്യതയാണ്, മുന്നോട്ട് പോകാൻ കഴിയില്ല. തീർച്ചയായിട്ടും CPIM സമ്മേളനത്തിലടക്കം ഈ വിഷയം ഗൗരവമായ ചർച്ചകൾക്ക് തന്നെ ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ഈ മത്സ്യബന്ധന മേഖല നമുക്കറിയാം, ഓഖി വന്നു, അതിനുശേഷം വന്ന പ്രളയം ഒക്കെ തകർത്ത് കളഞ്ഞു. സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിൽ ഇത്രയധികം സഹായം
മത്സ്യബന്ധന മേഖലയ്ക്ക് മറ്റൊരു സർക്കാരും നൽകിയിട്ടില്ല. ഓഖിയിൽ കാണാതായ സാധാരണഗതിയിൽ കാണാതായ ആൾക്കാർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയില്ല. പക്ഷേ അവിടെ പോലും സർക്കാർ ഇളവ് നൽകുകയും ഈ മനുഷ്യർക്ക് കാണാതായ മനുഷ്യരെ മരിച്ച കൂട്ടത്തിലേക്ക് പെടുത്തുന്ന അവരുടെ ആ ഒരു ഗണത്തിൽപ്പെടുത്തി സഹായം നൽകാനും ഉള്ള തീരുമാനം അങ്ങനെ സർക്കാർ എടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കേരളത്തിൻ്റെ സൈന്യമെന്ന് അത്രയും വലിയൊരു അംഗീകാരം ഈ നാട്ടിലെ ഏതൊരു ഭരണകർത്താവാണ് നൽകിയിട്ടുള്ളത്? ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് അത് ചെയ്തത്. അതുമാത്രമല്ല, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പുനർഗേഹം പദ്ധതി നടപ്പിലാക്കി. പുനരധിവാസത്തിന് ഇപ്പോൾ കര കവരുകയാണ്, പ്രത്യേകിച്ച് കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ തീരത്ത് താമസിക്കുന്നവർക്ക് സുരക്ഷിതമായ ഭവനങ്ങളിലേക്ക് മാറാൻ വേണ്ടി 10 ലക്ഷം രൂപയുടെ പദ്ധതി ഒരു കുടുംബത്തിന് നൽകുകയാണ്, വീട് വെച്ച് മാറാൻ, അല്ലെങ്കിൽ ഫ്ലാറ്റ് അനുവദിക്കും. എന്താണോ തിരഞ്ഞെടുക്കേണ്ട അതിനുള്ള അവസരമാണ് അവർക്ക് കൊടുത്തത്. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ പാവങ്ങളാണ്, അവർ തീരത്ത് പണിയെടുക്കുന്നവരാണ്. അവർക്ക് വിട്ടുമാറിപ്പോയാൽ അവർക്ക് ജീവിതോപാധി നഷ്ടപ്പെടും. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സൈന്യമെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച വിഭാഗമാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ. അവരെ കൈവിട്ടി സർക്കാർ മുന്നോട്ട് പോകില്ല എന്ന് പല പ്രാവശ്യം കേരളത്തിലെ മുഖ്യമന്ത്രിയും സർക്കാരും ആവർത്തിച്ച് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു.